താത്ത വരുന്നില്ലേ? ഞാൻ മാറ്റാൻ പോവാ. നോക്കിക്കോളി. അവൾക്ക് ഇന്ന് തന്നെ പോണമ്മ. നിക്കും പോരണമെന്നുണ്ടായിരുന്നു. ഇതിനിപ്പോ എല്ലാരും കൂടി അടക്കം കൂട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല. അന്നൊരു യാറ മൂടാൻ നേർച്ചുണ്ട്. അതുകൊണ്ടപ്പോ ഞാൻ അന്നോട് മാറ്റാൻ പറഞ്ഞത്. ചെയ്യും മാറ്റി ഒരുങ്ങാൻ നോക്കണേ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സമയത്തൊന്നും ഇങ്ങനത്തെ അടുത്തൊക്കെ പോകുന്നത് അത്ര ശരിയുള്ള കാര്യമൊന്നുമല്ല. ഇത്രയും നേരം വയറുവേദന ഇറക്കി. ഞാൻ പറഞ്ഞ കാര്യം എന്തായിരിക്കാം? നമുക്ക് ഇന്ന് വൈകിട്ട് പോയിട്ട് നാളെ വൈകുന്നേരം തിരിച്ചു പോന്നാ പോരെ? ഇനി നിക്കാൻ പോകാനോടെ സൽമ ടൈം. നാളാണ് ചിപ്പാനായിട്ട് ഇനി ചെക്കപ്പിന് പോകേണ്ട ദിവസം. 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ഞാൻ ഇവിടത്തേലും പറയുമ്പോ മാത്രല്ലോ നിങ്ങൾക്ക് സമയമില്ലായേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പെരക്കാർക്കൊക്കെ എവിടേക്കും പോകാനും വരാനും ഒക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. ഇന്നൊരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് പോരാ. ഇനി പറഞ്ഞ് നിൽക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഇനിയിപ്പം ഉമ്മ അറിഞ്ഞിട്ട് സമ്മതിക്കും ഉണ്ടാവില്ല. ഇന്നോട് നിൽക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഞാനായിട്ട് എന്നെ നിർബന്ധിക്കണമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാം. ഈ ഒരു 40 ദിവസത്തില് എനിക്ക് നിങ്ങളോട് നല്ലപോലെ ഒന്ന് മുണ്ടി വർത്താനം പറയാനും എന്തിന് നിങ്ങളെ കണ്ടിട്ടൊന്ന് പൂതി തീർന്നിട്ട് പോലും ഇല്ലേ. അപ്പോ തിരിച്ചു പോവാനും ആയി. എന്താ ചെയ്യാൻ മോളെ? ഇപ്രാവശ്യം എന്തായാലും നാട്ടിൽ പോയിട്ട് എന്നാണ്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ തമാശ പറയാണോ? എല്ലാടി തമാശ പറയില്ല. ഇപ്രാവശ്യം നോക്കട്ടെ. ഇൻഷാല്ലാ പോയിട്ട് പണം വേണ്ടൊക്കെ സംസാരിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം നമുക്ക്. പിന്നില്ലേക്ക, നിങ്ങൾ പോയി കഴിഞ്ഞാ ഞാനൊരു 2 ദിവസമെങ്കിലും വീട്ടിൽ പോയി നിന്നോട്ടെ. നിങ്ങൾ വരണേന്റെ എത്രയോ മുന്നേ പോയി നിന്നതാ. അതിനെന്താ വേണ്ട ചോദിച്ചോക്ക്. അത് വേണ്ടക്ക. നിങ്ങൾ എന്നെ പണ്ടും മരടും പറഞ്ഞിട്ട് സമ്മതം മേടിച്ചെന്നാ മതി. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോദിക്കുമ്പോ ഇമ്മ എന്തെങ്കിലുമൊക്കെ ഒരു മുടക്കം പറയും. അതൊക്കെ എൻ്റെ തോന്നലാണ് സൽമ. ഉമ്മ കുറച്ച് ചൂട് ഉണ്ട് എന്നുള്ളൂ. പാവാണ്. ഈ പറഞ്ഞിട്ടുണ്ടെന്നിട്ട് ശരിയാവും. കുന്നോളം സ്വപ്നങ്ങൾ കണ്ട് കുന്നിക്കുരുവോളം ജീവിച്ചു തീർക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഓരോ പ്രവാസിമാരും അവരുടെ ഭാര്യമാരും. പറഞ്ഞു തീരാത്ത സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കി ആഷിഖിന്റെ കൂടെയുള്ള സുന്ദര ജീവിതത്തിനായി സൽമ വീണ്ടും കാത്തിരിക്കും.